ഹാ മക്കളെ, എല്ലാവരും ഒന്ന് എണീറ്റ്. എല്ലാവരും ഉറങ്ങിപ്പോയോ? ഷോ, ഇതാ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. എല്ലാവരും എണീറ്റ് വാ. ഇത്ര വെടിയെത്തിയോ? ആയിഷ്, എനിക്ക് സ്ഥലം എത്തി. ഇതെന്താ ഇത്ര വെടിയൊന്നും സ്ഥലം എത്തിയോ? ഒന്ന് ഉറങ്ങിയ പോലല്ലോ മര്യാദയ്ക്ക്. അപ്പത്തേക്ക് എത്തിയോ? ആ, നീ ഇങ്ങോട്ട് എണീറ്റ് വരാൻ നോക്ക്. റൂമിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ, അവിടെ സ്ഥലം ഉണ്ടല്ലോ. അയ്യോ ഇച്ചായ, അങ്ങനെയൊന്നും പറയല്ലേ. മോന് സങ്കടാവില്ലേ? അവ റൂമിൽ ചെന്നിട്ട് ഉറങ്ങുമല്ലായിരിക്കും, ഇവിടെ ഇട്ട് തുള്ളിക്കൊണ്ടിരിക്കും. അല്ലാണ്ട് എന്ത് പണി? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ മോൻ അവളെ ഒറ്റ കിട്ടുന്ന സമയം അങ്ങോട്ട് പാഴാക്കി കളയുമെന്ന്? നിങ്ങളെ പോലൊക്കെ തന്നെ തന്നെയാണ്. നിങ്ങളെ അതിൻ്റെ ഇടയ്ക്ക് എന്നെ കളിയാക്കാൻ വന്നോണ്ടിരിക്കുക. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഇറങ്ങാൻ നോക്ക്. എന്റെ പൊന്നു പോയി, നിങ്ങൾ അടി ഉണ്ടാക്കണ്ട. ഞങ്ങൾ ഇറങ്ങാം. ആ സാറേ, നമുക്ക് ഇറങ്ങാം. റൂമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്ത് ഭംഗിയാ കാണാൻ. കട്ടില് കൊള്ളാം. എന്നാലും നീ എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷയല്ല. അതെ, ഞാൻ എന്ത് ചെയ്തിട്ടാ? അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. സാരില്ല, നീ ആണ്ട് ഞാൻ ക്ഷമിച്ചു. ഇനിയിപ്പോ നമുക്ക് ഇങ്ങോട്ട് പോയാലോ? മിണ്ടാണ്ടിരുന്നോടെ, നിനക്ക് പണിഷ്മെന്റ് ഉണ്ട്. എന്താ സാർ ഇങ്ങനെ നോക്കുന്നേ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അയ്യോ, താൻ പേടിക്കണ്ട. ഞാൻ തന്നെയല്ല നോക്കിയത്. അവിടെ ഒരു കുട്ടി ഇപ്പൊ ഉണ്ടായിരുന്നു, അവളെ നോക്കിയതാ. നല്ല ക്യൂട്ടായിട്ടുണ്ടാ കൊച്ചിനെ കാണാൻ. ആ കൊച്ചിനെ താൻ നോക്കുന്നെങ്കിൽ നോക്കണ്ട. ആ കുട്ടി കുറച്ചു മുമ്പ് കയറി പോയായിരുന്നു. അതാ ഞാൻ തിരിയാൻ തുടങ്ങി. അപ്പോഴാ താൻ ഇങ്ങനെ ചോദിച്ചേ. ഞാൻ എന്നാ റൂമിലേക്ക് ചെല്ലട്ടെ? ചെല്ല്. പോവാ അവിടുന്ന്. സാർ എന്താ ഇവിടെ? ഞാനിവിടെ കിടക്കാൻ വന്നതാ. പക്ഷെ കിടക്കേണ്ട സ്ഥലം മാറിപ്പോയോ എന്നൊരു സംശയം. അല്ലെങ്കിൽ നീ എന്താ ഇവിടെ? പോയെ 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 എല്ലാരും പോയെ. അങ്ങനെ പോവാൻ വരട്ടേടാ മോനെ. ഒരാളും കൂടെ കെട്ടിപ്പോണ്ടേ, എന്നിട്ട് മതി. നിങ്ങളെന്താ മനുഷ്യ ഇവിടെ? നിങ്ങൾ റൂമിൽ പോളേ പോണം. ഇവളെ ആദ്യം ഇവിടെ നിന്ന് കൊണ്ടുപോകാനാ ഞാൻ വന്നത്. ഇവള് മറ്റേ നമ്മുടെ ആരാധ്യ ഇട്ടാ കിടക്കണം. എൻ്റെ മോനെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, അതുകൊണ്ടാ. പിന്നെ ഇവനും ആരിലൊക്കെ ഇട്ടിട്ടെ, എന്നിട്ട് മതി. തന്റെ നിങ്ങക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ഓ ആയിക്കോട്ടെ, തരണം തോന്നുമ്പോ ഇങ്ങ് തന്നാ മതി, ഞാൻ വാങ്ങിക്കോളാം. എന്നാ ഞാൻ പോവാ സാറേ. ഇനി ഇവിടെ നിന്ന് ഞാൻ നിങ്ങാരെ വില കൊല്ലും. എന്നാ മോളെ റെസ്റ്റ് എടുക്ക്. പിന്നെ അവനെ മറ്റിന് വിഷമമൊന്നുമില്ലല്ലോ, പറഞ്ഞാൽ മതി ഇട്ടുണ്ടെങ്കിൽ. അതൊന്നും സാരമില്ല, പോട്ടെ. നിങ്ങൾ ചെല്ല്, നിങ്ങളും ചെന്ന് റെസ്റ്റ് എടുക്ക്. അപ്പൊ ശരി മോളെ, അച്ഛൻ പോയിട്ട് വരാം. വാടാ. എന്താടാ മൂകതയിലാണല്ലോ, വിഷമായോ? ഒന്ന് പോടാ, ഒന്ന് എല്ലാം നശിപ്പിച്ച്. ഇതിന് ഞാൻ എന്ത് ചെയ്തിട്ടാ? എല്ലാ അച്ഛൻ്റെ പണിയല്ലേ.
ഇനി ഒന്നും പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. എല്ലാം പോയില്ലേ, ഇനി എനിക്ക് ആരാ? അതിന് നീ എന്തിനാണ് വിഷമിക്കുന്നത്? ഇനി ആരില്ലേ, ഞാൻ നമുക്ക് പിടിച്ചെടുക്കാടാ. അയ്യോ, ആവശ്യമില്ല. എന്റെ സാറക്കുട്ടീനെ മതി, എനിക്ക് വേറെ ആരും വേണ്ട. അങ്ങനെയാണേ എനിക്ക് ആരാധ്യനും വേണം. ഏ അതൊക്കെ ഇപ്പൊ അതൊക്കെ ഒരു സമയത്ത്. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാടാ. എന്താന്നറിയില്ല, അന്ന് പ്രശ്നം നടന്ന പിന്നെ ഒരു വല്ലാത്ത ഇഷ്ടം. പക്ഷേ അവൾക്ക് എന്നെ അടുത്തുണ്ടോന്നറിയില്ല. നീ അതോർത്ത് പേടിക്കണ്ട, നമുക്കൊക്കെ അത് കണ്ടുപിടിക്കാൻ. അവൾക്ക് നിന്നെ ഇഷ്ടം. ഹോപ്പ് സോ വൺ ഡേ. ആ നമുക്ക് കിടക്കാം, എന്തേലും വാ. വാ. ആയ് സാറ, നമുക്ക് വീട്ടിൽ പോയാലോ? എനിക്ക് നിന്നെ കാണാണ്ട് പറ്റില്ല. നല്ല നടക്കുന്ന സ്വപ്നം. ഇവിടുന്ന് വീട് വരെ എത്ര ദൂരം ഉണ്ടെന്നറിയോ? അവരെല്ലാരും അറിയാൻ പോയി കഴിഞ്ഞാൽ എന്തെങ്ങനെ? പ്ലീസ് സാറോ. എന്ത് സാറോ? അതിനിപ്പോ ഞാനെന്ത്? സാറ ഇങ്ങൊന്ന് വന്നേ. ആ ദാ വരണു. അവളെന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കാനിരിക്കും, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അപ്പൊ വണ്ടിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്, എല്ലാരും ഉറക്കം സെറ്റ് ആയാലോ? എന്നാ പിന്നെ നമുക്കങ്ങ് പോയാലോ? ആ അച്ഛാ, എല്ലാം സെറ്റ് ഒക്കെ ഇട്ടുണ്ട്, നമുക്കിനി പോയാൽ മാത്രം മതി. എടാ ആയുഷേ, ഇന്ന് നീ എല്ലാം സെറ്റാക്കി തരൂലോ അല്ലേ? ഇന്നലെ പറഞ്ഞ പോലെ നിങ്ങളെ വിഷമിക്കാണ്ടിരിക്കേ, ഞാൻ സെറ്റാക്കി തരും. ദൈവമേ, എല്ലാം ഓക്കെ ആയാൽ മതിയായിരുന്നു. നിങ്ങളെല്ലാരും നിർത്തും, എനിക്ക് മാത്രമായിരുന്നു നോക്കാമല്ലോ. ആ നീ നോക്കണ്ട, ഞങ്ങളെല്ലാരും മുതിർന്നവരാ, നീ ചെറിയ ഒച്ച മര്യാദ അവിടെ ഇരിക്കണേ. ആരാധ്യ, ആ സാർ എന്തിനാ വിളിച്ചേ? എന്താന്ന് വെച്ചാൽ പറഞ്ഞു. ഞാൻ പറയുന്നത് തമാശയായിട്ട് എടുക്കരുത്, കാരണം അതെന്നെ ഹേർട്ട് ചെയ്യും. സോ ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. നിനക്ക് എൻ്റെ പാതിയാവാൻ താല്പര്യമുണ്ടോ? ഐ എം സോറി ഫോർ ആസ്കിങ്. നിനക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. ഐ എം റിയലി സോറി. എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, സഡൻ ഷോക്കും കൊണ്ട് ഞാൻ നിന്നുപോയതാ. ഞാനാ ശരിക്കും സോറി പറയണ്ടേ? ഞാൻ കുറേ നാളായി തന്നെ പ്രേമിക്കുന്നത്, എന്നിട്ട് തൻ്റെ അടുത്ത് പറയാണ്ട്. ഇല്ല ആരാധ്യ, നീ എൻ്റെ അടുത്ത് സോറി പറയണ്ട. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഐ ലവ് യു.
ശ്രീ, അടുത്ത മോന്റെ കല്യാണം കാണാൻ നമുക്ക് വിധിയുണ്ട്. അതെ ചായ, വിധിയുണ്ട് നമുക്ക്. നമ്മള് ഭാഗ്യവതികളാ. അപ്പ സാറിനെ കാണാനില്ല ഇവിടെങ്ങും. പിന്നെ അവളെങ്ങോട്ട് പോവാനാ? അവളെവിടെ എവിടെയെങ്കിലും കാണും. നോക്ക്. സാറാ, ഇങ്ങനെ ഞാൻ നോക്കേണ്ടിയായിരുന്നു. പപ്പ, അവൾ ഇവിടെയൊന്നുമില്ല. ഞാൻ കുറെ തപ്പി. ആരും എൻ്റെ ഇപ്പൊ ഒരു സ്ഥലം വരെ വന്നു. എങ്ങോട്ട്? നിങ്ങളൊക്കെ ആരാ? എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നത്? നിന്നെ ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്തതാ. ഇനി തിരിച്ചു പോണ കാര്യം മോൾ ഓർക്കണ്ട. സാർ, ആരോ മുമ്പില് ഉണ്ടല്ലോ. നീ ആ വണ്ടി എടുത്ത് നോക്ക്. ആയുഷ്, നിങ്ങൾ രണ്ടുപേരും ആഹാ, ഇതേതാ രണ്ട് പുതിയ ചേട്ടന്മാർ നമ്മുടെ ഒപ്പം കൂടാൻ വല്ലതും ആണോടെ? നീയൊക്കെ തട്ടിക്കൊണ്ടുവന്നത് എൻ്റെ അനിയത്തിനെയാണ്. അവളെ വിളിച്ചോണ്ട് പോകാനാ ഞങ്ങൾ വന്നത്, അല്ലാണ്ട് നിങ്ങളോടൊപ്പം കൂടാനല്ല. ഓഹോ, അപ്പോ വീരവാദാണ്. പറ്റുവാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി നോക്ക്. അതന്നെ, ഹീവന്മാർക്കൊന്നും പറ്റില്ലാതെ. നിനക്കൊക്കെ ഇത്ര ഇതാണെങ്കിൽ ഒന്ന് മുട്ടി നോക്കടാ ഞങ്ങളുടെ ഒപ്പം. അയ്യോ, ഇനി നിങ്ങളുടെ അടുത്തൊന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? അയ്യോ എൻ്റെ പൊന്നു ചേട്ടാ, എങ്ങോട്ടാന്ന് വെച്ചാൽ കൊണ്ടൊക്കോ, ഞങ്ങളുടെ എല്ലാം പോയി. ഇതന്നെയല്ലേടാ മക്കളി നിന്റെ അടുത്ത് ആദ്യം പറഞ്ഞേ, വെറുതെ പണിക്കണമായിരുന്നു. ആയുഷ്, പെട്ടെന്ന് കാണാണ്ടായി പോയപ്പോ ഞാൻ ഒത്തിരി പേടിച്ചു പോയി. എന്നാലും എങ്ങനെ ഇവിടെ എത്തിയത്? എന്തിനെങ്ങോട്ട് വന്ന്? എനിക്കറിയില്ല. ഞാൻ നിങ്ങളുടെ ഒപ്പം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴാ ആരൊക്കെ വന്നെന്നെ, ഞാനൊന്നും അറിഞ്ഞില്ല. സാരല്ല, പോട്ടെ. ഇനി എല്ലാം തീർന്നില്ലേ, ഇനി വിഷമിക്കണ്ട. സാരല്ല.